നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയ്ക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ്. നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയ്ക്കെതിരെ കടുത്ത സൈബർ ആക്രമണം. ദിയ പങ്കുവച്ച മദേഴ്സ് ഡേ വ്ലോഗിന് താഴെയാണ് കടന്നാക്രമിക്കുന്ന തരം കമൻറ്റുമായി ഒരു കൂട്ടം ആളുകളെത്തിയത്. ഭർത്താവായ അശ്വിൻ്റെ അമ്മയെ ദിയ എന്തിനാണ് അശ്വിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നതെന്നും അമ്മ എന്ന് വിളിച്ചൂടെ എന്നും വിമർശനങ്ങൾക്ക് മദേഴ്സ് ഡേ വ്ലോഗിലൂടെ ദിയ മറുപടി പറഞ്ഞിരുന്നു. എല്ലാവരും സ്ഥിരം ചോദിക്കുന്നതാണ്, എന്തിനാണ് അശ്വിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത്, അമ്മ എന്ന് വിളിച്ചൂടെ എന്ന്. ഞാൻ അശ്വിൻ്റെ അമ്മയെന്നോ ആൻറ്റിയെന്നോ വിളിക്കുന്നതിൽ അവർക്കൊരു കുഴപ്പവുമില്ല. അവർക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാളുണ്ട്, സിന്ധു കൃഷ്ണകുമാർ. അവരല്ലാതെ വഴിയിൽ കാണുന്ന എല്ലാവരെയും അമ്മ അച്ഛ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയുമാണ്. അശ്വിൻ്റെ അമ്മയാണ് മീനാക്ഷി, അച്ഛൻ ഗണേഷും. അശ്വിൻ ഒരിക്കലും എൻ്റെ അമ്മയെയും അച്ഛനെയും അങ്ങനെ വിളിക്കാറില്ല. ആൻറ്റി അങ്കിൾ എന്നാണ് വിളിക്കാറ്. അല്ലാതെ വിളിച്ചാൽ തനിക്ക് ഭ്രാന്താണോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷേ അശ്വിൻ ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നത് ആരും ചോദ്യം ചെയ്തിട്ടില്ല. നാളെ ഓമി കല്യാണം കഴിച്ചു ഭാര്യയുടെ അമ്മയെ അമ്മയെന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ്സാകും. എനിക്ക് അവൻ എന്നെ മാത്രം അമ്മയെന്ന് വിളിച്ചാൽ മതി എന്നാണ് ദിയ പറയുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെയാണ് ചിലരുടെ അധിക്ഷേപ കമൻറ്റുകൾ. ആ വഴിയിൽ നിൽക്കുന്ന സ്ത്രീ പ്രസവിച്ച മോനാണ് അശ്വിൻ. അതാണ് ഇപ്പോൾ നിന്റെ ഭർത്താവ്, അത് മറക്കരുത്. മറ്റവൻ എന്തായാലും ഓടി രക്ഷപ്പെട്ടു, അശ്വിൻ പെട്ടുപോയി. കല്യാണത്തിന് മുമ്പ് എന്നും അവിടെ മാമി മീനമ്മ എന്നൊക്കെ പറഞ്ഞു കയറി ഇറങ്ങി. ഇപ്പോൾ വഴിയിൽ നിൽക്കുന്നവർ. അശ്വിൻ തന്നെ സമ്മതിക്കണം. സ്വന്തം അമ്മയെ എന്തു പറഞ്ഞാലും ഒന്നും പറയാതെ ഇരിക്കുന്നു. എടോ, താൻ എന്തൊക്കെയാ പറയുന്നത്? വിളിക്കണ്ട അമ്മ എന്ന്. പക്ഷേ വഴിയിൽ നിൽക്കുന്നവരെ എന്നൊന്നും പറയണ്ടായിരുന്നു. ക്യാഷുണ്ടെങ്കിൽ എന്തും പറയാമെന്ന് ചിന്തിക്കുന്നത് അല്പത്തരമാണ്. ഭർത്താവിന് കിട്ടുന്ന എന്തെങ്കിലും ഒരു റെസ്പെക്റ്റ് അതിന് അശ്വിന് കിട്ടാറുണ്ടോ? പിന്നല്ലേ അവരുടെ വീട്ടുകാർക്ക്. ദിയ, നിങ്ങൾ അശ്വിൻ്റെ അമ്മയെ ആൻറ്റി എന്നോ പേരോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ വഴിയിൽ പോകുന്നവരെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അത് വളരെ മോശമായിപ്പോയി. കാരണം അവർ നിനക്ക് വഴിയെ പോകുന്നവരല്ല. നിന്റെ ഭർത്താവിനെ പ്രസവിച്ചു വളർത്തി നിനക്ക് തന്ന സ്ത്രീയാണ്, അത് ഓർക്കണം. എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. എന്നാൽ ദിയയെ അനുകൂലിച്ചും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അവരുടെ കുടുംബകാര്യത്തിൽ എന്തിനാണ് മറ്റുള്ളവർ ഇത്രയും വ്യാകുലപ്പെടുന്നത്? അശ്വിൻ്റെ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ ഇല്ലാത്ത പ്രശ്നം വേറെ ആർക്കാണ്? മുൻപും പല സാഹചര്യങ്ങളിലും കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് ദിയ. പക്ഷേ അതിനെയൊക്കെ നിസ്സാരമായി നേരിട്ട് കയ്യടി വാങ്ങിയിട്ടുണ്ട് താരം.